ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഷോർട്ടായിട്ട് പറയും WAY. അപ്പോൾ വേനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത്, ദാറ്റ് ഈസ് വേ, ഈസ് ദ ഇന്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി ഓഫ് നാഷണൽ യൂത്ത് കൗൺസിൽസ് ആൻഡ് നാഷണൽ യൂത്ത് ഓർഗനൈസേഷൻസ്. അപ്പോൾ നാഷണൽ യൂത്ത് കൗൺസിലുകളുടെയും നാഷണൽ യൂത്ത് ഓർഗനൈസേഷനുകളുടെയും ഒരു ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി, അതായത് അന്താരാഷ്ട്ര ഏകോപന സമിതിയാണ് ഏത് വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത്. അപ്പോൾ ഈ വേലെ ഫുൾ മെമ്പേഴ്സ് നാഷണൽ യൂത്ത് കൗൺസിലുകളാണ്. അപ്പോൾ ഈ നാഷണൽ യൂത്ത് കൗൺസിലുകളുടെയും നാഷണൽ യൂത്ത് ഓർഗനൈസേഷനുകളുടെയും അപ്പോൾ ദേശീയ യുവജന സംഘടനകളുടെയും ദേശീയ യുവജന കൗൺസിലുകളുടെയും ഒരു അന്താരാഷ്ട്ര ഏകോപന സമിതി, ഇന്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി, അതാണ് വേൾഡ് അസംബ്ലി ഓഫ് വേ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിലെ ഫുൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ യൂത്ത് കൗൺസിൽസ് ആണ്. ഇപ്പോൾ വേയിലെ 120 മെമ്പർ ഓർഗനൈസേഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് 120 മെമ്പർ ഓർഗനൈസേഷനുകളാണ് ഏതിലെ വരുന്നത്, വേയിലെ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി ഓഫ് നാഷണൽ യൂത്ത് കൗൺസിൽസ് ആണെന്ന്, അല്ലേ? നാഷണൽ യൂത്ത് കൗൺസിലിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോപ്പറേറ്റിംഗ് ബോഡിയാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു നാഷണൽ യൂത്ത് കൗൺസിലിൻ്റെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി എന്ന രീതിയിൽ വേ ഹാസ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് വിത്ത് ദ യുണൈറ്റഡ് നേഷൻസ് ആൻഡ് ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് പോസിബിൾ ഫോർ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. നാഷണൽ യൂത്ത് കൗൺസിലിൻ്റെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി എന്നുള്ള രീതിയിൽ വേക്ക് ഐക്യരാഷ്ട്രസഭയുമായിട്ട് ഒരു കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉണ്ട്. കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, കൂടിയാലോചനാ പദവി എന്നൊക്കെ പറയും, ഇവർ തമ്മിൽ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഐക്യരാഷ്ട്രസഭയുമായിട്ട് ഏതിനുണ്ട്, വേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയ്യസ്റ്റ് സ്റ്റാറ്റസ് ആണ് കേട്ടോ. ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് ഇത്, ഈ ഒരു കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് യുണൈറ്റഡ് നേഷൻസുമായിട്ടും അതിൻ്റെ സ്പെഷ്യൽ ഏജൻസികളുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ ഏജൻസീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻ്റെ സ്പെഷ്യൽ ഏജൻസീസ് എന്ന് പറയുമ്പോൾ യുണൈറ്റ്സ്, അതുപോലെ തന്നെ UNEP, ILO, യുനെസ്കോ, പിന്നെ UNFPA, യുണിസെഫ്, WHO. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഏജൻസികളുമായിട്ടൊക്കെ സഹകരിച്ചിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് ഇറ്റ് റെക്കഗ്നൈസസ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആസ് ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ആക്ഷൻ ആൻഡ് സർവീസസ്. അപ്പോൾ ഇവരുടെ അതായത് ഈ വേയുടെ പ്രവർത്തനങ്ങൾക്കും സേവനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആക്ഷൻസ് ആൻഡ് സർവീസസ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് അവരെ എന്താണ് അംഗീകരിക്കുന്നത്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം ഇതിൻ്റെ ബേസിസ് ആയിട്ട് അവരെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ഓർഗനൈസേഷനുകൾ ഉണ്ടല്ലോ, യുവജന സംഘടനകൾ. അപ്പോൾ ആ യുവജന സംഘടനകൾ ഇപ്പോൾ ഈ ഡെമോക്രസി, എൻവിയോൺമെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ്, പോപ്പുലേഷൻ, ഹെൽത്ത്, ഡ്രഗ്സ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ടോളറൻസ്. അപ്പോൾ ഇത്തരം ഏരിയാസിലുള്ള യുവജന സംഘടനകളുടെ പ്രവർത്തനങ്ങളെ വേ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ഇവരെ പ്രവർത്തിക്കുന്നുണ്ട് യൂത്ത് ഓർഗനൈസേഷനുകൾ. അപ്പോൾ അവരുടെ ആ ഒരു പ്രവർത്തനത്തെ വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ യൂത്ത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യൂത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടല്ലോ, യുവജന പ്രതിനിധികൾ, അവർക്ക് പരസ്പരം അവരുടെ ഐഡിയാസും എക്സ്പീരിയൻസസും ഒക്കെ കൈമാറുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കോർഡിനേറ്റ് പ്രോഗ്രാം പ്ലാൻസ്, അവരുടെ പ്രോഗ്രാം പ്ലാനുകൾ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ടു റീച്ച് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈച്ച് അതേഴ്സ് പ്രോബ്ലം ഡ്യൂ ടു ഡിഫറൻസസ് ഇൻ റേഷ്യൽ, റിലീജിയസ് ആൻഡ് നാഷണൽ ബാക്ക്ഗ്രൗണ്ട്. അതായത് റേഷ്യൽ എന്ന് പറയുമ്പോൾ വംശീയമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വംശീയമായിട്ട്, അതുപോലെ മതം ദേശീയ പശ്ചാത്തലത്തിലുള്ള വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതിന് ഇതിനൊക്കെയുള്ള അവസരങ്ങൾ ഏത് നൽകുന്നുണ്ട്? യൂത്ത് ഓർഗനൈസേഷനുകൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് കൺട്രീസിൽ നിന്നുള്ള യുവജന പ്രതിനിധികൾക്ക് അവരുടെ ഐഡിയാസും എക്സ്പീരിയൻസും പരസ്പരം ഷെയർ ചെയ്യുന്നതിനുള്ള അവസരം നൽകുന്നു. അവരുടെ പ്രോഗ്രാം പ്ലാനുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് അതിനുള്ള അവസരം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ റേഷ്യൽ, റിലീജിയസ് ആൻഡ് നാഷണൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള അതായത് വംശീയ, ദേശീയ പശ്ചാത്തലത്തിലുള്ള വ്യത്യാസങ്ങൾ മൂലം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, അത് പരസ്പരം ആ പ്രശ്നങ്ങൾ നന്നായി മനസ്സിലാക്കുന്നതിനുള്ള അവസരം കൂടെ നൽകുന്നു? യുവജനങ്ങൾക്ക് കൊടുക്കുന്നു. എല്ലാ കോണ്ടിനെൻറ്റുകളിലും ഈ നാഷണൽ യൂത്ത് കൗൺസിലിൻ്റെ ആ ഒരു റീജിയണൽ സ്ട്രക്ചർ, അവരുടെ ഒരു പ്രാദേശിക ഘടനം അത് ഉണ്ടായിരിക്കും എല്ലാ കോണ്ടിനെൻറ്റിലും. അപ്പോൾ ഏഷ്യൻ യൂത്ത് കൗൺസിൽ, യൂറോപ്യൻ യൂത്ത് ഫോറം, കരീബിയൻ യൂത്ത് ഫോറം, അതുപോലെ തന്നെ ഫോറം ഫോർ ഇൻ്റഗ്രേഷൻ ഓഫ് അഡീൻ യൂത്ത്, ദെൻ പസഫിക് യൂത്ത് കൗൺസിൽ, അറബ് യൂത്ത് യൂണിയൻ, പാൻ ആഫ്രിക്കൻ യൂത്ത് യൂണിയൻ, ആഫ്രിക്കൻ അറബ് യൂത്ത് കൗൺസിൽ, SADC യൂത്ത് മൂവ്മെൻറ്റ്, ഇങ്ങനെ ഇതൊക്കെ ഈ ഒരു നാഷണൽ യൂത്ത് കൗൺസിലിൻ്റെ റീജിയണൽ സ്ട്രക്ചേഴ്സാണ്. ഇത് കൺസൾട്ടേറ്റീവ്, ഈ നമ്മൾ പറയില്ലേ വേയുടെ കൺസൾട്ടേറ്റീവ് മെമ്പേഴ്സാണ് ഇവരെല്ലാം തന്നെ. അപ്പോൾ ഈ നാഷണൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ രാജ്യങ്ങളിലും നാഷണൽ യൂത്ത് കൗൺസിൽസ് ഇല്ലെങ്കിൽ അവിടെ കൺസൾട്ടേറ്റീവ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ യൂത്ത് കൗൺസിൽസിനെ അവർക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് ഈ ഒരു വേക്ക്. അപ്പോൾ എല്ലാ കോണ്ടിനെൻറ്റിലും ഈ നാഷണൽ യൂത്ത് കൗൺസിൽസിൻ്റെ ഒരു റീജിയണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പം അതിനെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം തന്നെ ഈ റീജിയണൽ സ്ട്രക്ചർ എല്ലാം തന്നെ വേയുടെ കൺസൾട്ടേറ്റീവ് മെമ്പേഴ്സ് കൂടെ ആണ്. പിന്നെ വേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മലേഷ്യയിലാണ് കേട്ടോ. മലേഷ്യയിലെ മലേഗയിലുള്ള വേൾഡ് യൂത്ത് കോംപ്ലക്സിലാണ് സ്ഥിതി ചെയ്യുന്നത്, വേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് മലേഷ്യ എന്ന് പറഞ്ഞാൽ മതി. വേൾഡ് യൂത്ത് കോംപ്ലക്സ് ഇൻ മലേഷ്യയാണ്. അപ്പോൾ മലേഷ്യയിലെ മലേഗയിലുള്ള വേൾഡ് യൂത്ത് കോംപ്ലക്സിലാണ് വേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ മുൻപത് ലണ്ടൻ, പാരീസ്, ബ്രസൽസ് അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ അത് മലേഷ്യയിലാണ് ഉള്ളത്. പിന്നെ ഈ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നത് ഒന്ന് ആനുവൽ മെമ്പർഷിപ്പ് ഫീസാണ്, പിന്നെ മെമ്പർ ഓർഗനൈസേഷൻ്റെ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതൊക്കെയാണ് അവരുടെ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് അങ്ങനെയാണ്: ഓർഗനൈസേഷൻ ഫൈനാൻസ്ഡ് ഫ്രം ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് ആൻഡ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഫ്രം ഇറ്റ്സ് മെമ്പർ ഓർഗനൈസേഷൻസ്. പിന്നെ ഇവർക്ക് 3 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് വേക്ക് വരുന്നത്: ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ്. അപ്പോൾ വേനെ സംബന്ധിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്.
അപ്പം നമ്മൾ ഇതിലെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് എന്താണ്, ഇതൊരു ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡിയാണ്. ഇപ്പോൾ വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് ആണ്. അപ്പോൾ യൂത്ത് ആയതുകൊണ്ട് തന്നെ അത് ആരുടെ ആയിരിക്കും, നാഷണൽ യൂത്ത് കൗൺസിലുകളും നാഷണൽ യൂത്ത് ഓർഗനൈസേഷൻസും ആണ് അതിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു ഏകോപന സമിതി, അന്തർദേശീയ തലത്തിലുള്ള ഒരു ഏകോപന സമിതിയാണ് വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത്. കറൻ്റ്ലി ഇറ്റ് ഹാസ് 120 മെമ്പർ ഓർഗനൈസേഷൻസ് ആണ് വരുന്നത്. പിന്നെ ഇതിലെ യുണൈറ്റഡ് നേഷൻസിലെ ഒരു ഐക്യരാഷ്ട്രസഭയുമായിട്ട് ഒരു കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഇതിന് ഉണ്ട്. പിന്നെ ഇത് യുണൈറ്റഡ് നേഷനും അതിൻ്റെ സ്പെഷ്യൽ ഏജൻസീസുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവർ സഹകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവരുടെ ആക്ഷൻ ആൻഡ് സർവീസസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അപ്പോൾ മനുഷ്യാവകാശത്തിൻ്റെ സാർവത്രിക പ്രഖ്യാപനം, അതാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് അവരെ പ്രവർത്തനത്തിൻ്റെയും സേവനങ്ങളുടെയും അടിസ്ഥാനമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് അത് യൂണിവേഴ്സലി ഡിക്ലയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മെമ്പർ ഓർഗനൈസേഷനു വേണ്ടി ചെയ്യുന്നുണ്ട്. യൂത്ത് ഓർഗനൈസേഷനുകളുടെ പ്രവർത്തനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. യൂത്ത് ഓർഗനൈസേഷൻസിന് അവരുടെ ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രോഗ്രാം പ്ലാൻ കോർഡിനേറ്റ് ചെയ്യുന്നു. ദെൻ വംശീയവും മതം അതുപോലെ തന്നെ നേഷണൽ ബാക്ക്ഗ്രൗണ്ട്സിലൊക്കെയുള്ള അതിലുള്ള വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ബ്രിട്ടനും അമേരിക്കയിലൊക്കെ കറുത്ത വർഗ്ഗക്കാർ വെളുത്ത വർഗ്ഗക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വംശീയമായിട്ടുള്ള ഒരുപാട് അധിക്ഷേപങ്ങളും ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ഒരു റേഷ്യൽ, റിലീജിയസ് ആൻഡ് ആ ഒരു നേഷണൽ ആ ഒരു അതിലുണ്ടാകുന്ന വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരസ്പരം മനസ്സിലാക്കുന്നതിനുള്ള പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അവസരം അവർ കൊടുക്കുന്നു. പിന്നെ നമ്മളിതിൽ പറഞ്ഞത് നാഷണൽ യൂത്ത് കൗൺസിൽ എല്ലാ കോണ്ടിനെൻസിലും ഈ നാഷണൽ യൂത്ത് കൗൺസിൽസിൻ്റെ, അതായത് ഈ ഒരു വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിൻ്റെ റീജിയണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതവരുടെ കൺസൾട്ടേറ്റീവ് മെമ്പേഴ്സാണ്. പിന്നെ അവയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മലേഷ്യയിലാണ്. ദെൻ അതിൻ്റെ ഓർഗനൈസേഷൻ ഫൈനാൻസ് ചെയ്യുന്നത് ആനുവൽ മെമ്പർഷിപ്പ് ഫീസും പിന്നെ മെമ്പർ ഓർഗനൈസേഷൻ്റെ വോളണ്ടറി കോൺട്രിബ്യൂഷനുമാണ്. 3 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് വരുന്നത്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ. ദെൻ നെക്സ്റ്റ് നമുക്കതിലെ മെമ്പേഴ്സ് നോക്കാം. ആരൊക്കെയാണ് വേയിലെ മെമ്പേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിലെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 140 മെമ്പർ ഓർഗനൈസേഷനാണ് വരുന്നത് കേട്ടോ. നമ്മൾ 120 ആണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ലേറ്റസ്റ്റ് ആ ഇൻഫർമേഷൻ പ്രകാരം 140 മെമ്പർ ഓർഗനൈസേഷനാണ് വേയിൽ ഉള്ളത്. അവർ 4 മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ആണ് കൊടുക്കുന്നത്. അവരുടെ ഒരു ജനറൽ അസംബ്ലിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് മെമ്പർഷിപ്പ് അനുവദിക്കുന്നത്, ഗ്രാൻറ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അറ്റ് ഈ ജനറൽ അസംബ്ലി. അപ്പോൾ ഇങ്ങനെ 4 മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ആണ് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലെ 1 ഫുൾ മെമ്പേഴ്സാണ്. അപ്പോൾ 4 ഇതുണ്ട്. 1 ഫുൾ മെമ്പേഴ്സാണ്, വേയുടെ ഫുൾ മെമ്പേഴ്സ് വരുന്നുണ്ട്. ദെൻ പിന്നൊന്ന് വരുന്നത് അസോസിയേറ്റ് മെമ്പേഴ്സാണ്. ഫുൾ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ അസോസിയേറ്റ് മെമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒബ്സർവർ വരുന്നുണ്ട്. ഒബ്സർവർ വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് കൺസൾട്ടേറ്റീവ്സ് വരുന്നുണ്ട്. ഇങ്ങനെ 4 സ്റ്റാറ്റസ് ആണ്, മെമ്പർ സ്റ്റാറ്റസ് ആണ് ആരെ ഗ്രാൻറ്റ് ചെയ്യുന്നത്, വേൾഡ് അസംബ്ലി ഓഫ്
യൂത്ത് ഗ്രാൻഡ് ചെയ്യുന്നത്. അത് പോലെ തന്നെ ഇവരെ ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾ 4 and 5 ഓഫ് ദ വേ ചാർട്ടർ മെമ്പർഷിപ്പ് ഓഫ് വേ ഈസ് ഗ്രാൻഡഡ് ആസ് ഫോളോസ്. അപ്പോൾ നമുക്ക് നോക്കാം വേ ചാർട്ടറിലെ ആർട്ടിക്കിൾ 4th and 5th പ്രകാരം എങ്ങനെയാണ് അവരെ ഈ ഒരു മെമ്പർഷിപ്പ് അനുവദിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പറഞ്ഞു 4 കാറ്റഗറി ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒന്ന് ഫുൾ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഫുൾ മെമ്പേഴ്സ് എന്നുള്ള ആ ഒരു മെമ്പർഷിപ്പ് ലഭിക്കുന്നത് നാഷണൽ യൂത്ത് കൗൺസിലുകൾക്കാണ്. അപ്പോൾ വേയിലെ ഫുൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? നാഷണൽ യൂത്ത് കൗൺസിൽസ് ആണ് കേട്ടോ. നാഷണൽ യൂത്ത് കൗൺസിൽസ്. നാഷണൽ യൂത്ത് കൗൺസിൽസ് ആണ് ഫുൾ മെമ്പേഴ്സ് വരുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. ഫുൾ മെമ്പേഴ്സ് ഓഫ് വേ ആർ നാഷണൽ യൂത്ത് കൗൺസിൽസ് which are representing a cross section of democratic voluntary youth organization in a country or territory and which have ratified the charter and are admitted by the assembly by a vote of the majority of its members. അപ്പോൾ ആർക്കാണ് ഫുൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? ഇപ്പോൾ ഒരു രാജ്യത്തിലെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലെയോ വോളണ്ടറി ഓർഗനൈസേഷൻ്റെ, വോളണ്ടറി യൂത്ത് ഓർഗനൈസേഷൻ്റെ, അതായത് സന്നദ്ധ യുവജന സംഘടനകൾ, അതിനെയാണ് നമ്മൾ വോളണ്ടറി യൂത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിലെയോ ഒരു പ്രദേശത്തിലെയോ ഡെമോക്രാറ്റിക് വോളണ്ടറി ഓർഗനൈസേഷൻ്റെ ജനാധിപത്യ സന്നദ്ധ യുവജന സംഘടനകളുടെ ഒരു ക്രോസ് സെക്ഷനെ പ്രതിനിധീകരിക്കുന്ന വേയുടെ ചാർട്ടറിനെ അംഗീകാരം നൽകിക്കൊണ്ട് വേയുടെ അസംബ്ലിയിലെ ഭൂരിപക്ഷം മെമ്പേഴ്സിൻ്റെയും, മെജോറിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഭൂരിപക്ഷം വരുന്ന അംഗങ്ങളുടെയും വോട്ടിലൂടെ അവർ വോട്ട് ചെയ്തിട്ട് അതിലൂടെ അഡ്മിറ്റ് ചെയ്യുന്ന നാഷണൽ യൂത്ത് കൗൺസിലുകളാണ് അതിൻ്റെ ഫുൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ യൂത്ത് കൗൺസിലുകളാണ് ഫുൾ മെമ്പേഴ്സ്. അപ്പോൾ അവർക്കൊരു കണ്ടീഷൻസ് ഉണ്ട് ഇതിലെ ഫുൾ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ. ഒന്ന് എന്ത് വേണം? ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലെയോ പ്രദേശത്തിലെയോ ഡെമോക്രാറ്റിക് വോളണ്ടറി യൂത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ക്രോസ് സെക്ഷനെ അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കണം, അതിനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ വേയുടെ ചാർട്ടർ വരുന്നുണ്ട്, അവരുടെ സുപ്രീം ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ആ ചാർട്ടർ അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടാവണം, അത് അംഗീകാരം നൽകണം. ഒപ്പം തന്നെ അസംബ്ലിയിലെ ഇവരുടെ ജനറൽ അസംബ്ലിയാണ്. അപ്പോൾ അതിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും വോട്ടിലൂടെ അംഗീകാരം നേടുകയും വേണം. അപ്പോൾ അത്തരം ഈ നാഷണൽ യൂത്ത് കൗൺസിലുകളാണ് ഏതിൻ്റെ ഫുൾ മെമ്പേഴ്സായിട്ട് വരുന്നത്? വേയുടെ ഫുൾ മെമ്പേഴ്സായിട്ട് വരുന്നത്. ദെൻ നമുക്ക് നോക്കാം അസോസിയേറ്റ് മെമ്പേഴ്സിന് എങ്ങനെയാണ് ആ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ചാർട്ടർ 4 and 5 പ്രകാരമാണ് അവരെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അസോസിയേറ്റ് മെമ്പേഴ്സിൻ്റെ കേസിൽ എന്താ വരുന്നത് എന്ന് നോക്കാം നമുക്ക്. അതിൽ പറയുന്നത് ദ അസംബ്ലി ഹാസ് ദ പവർ ടു അഡ്മിറ്റ് നാഷണൽ യൂത്ത് കൗൺസിൽസ് or national youth organization which are interested in regular cooperation with way as associated members, provided that member national youth council of way does not already exist in the country in question. എന്താ അതിലേ പറയുന്നത്? അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇപ്പോൾ ഒരു രാജ്യത്തിനകത്ത് വേയുടെ മെമ്പർ നാഷണൽ യൂത്ത് കൗൺസിൽ, വേയുടെ മെമ്പർ നാഷണൽ യൂത്ത് കൗൺസിലുകൾ ഇല്ലെങ്കിൽ
അങ്ങനെയുള്ള മെമ്പർ യൂത്ത് കൗൺസിലുകൾ രാജ്യത്ത് നിലവിലില്ലെങ്കിൽ എന്ത് ചെയ്യാം? വേയുമായിട്ട് റെഗുലറായിട്ട് കോപ്പറേറ്റ് ചെയ്തു പോകുന്നതിന് താല്പര്യമുള്ള നാഷണൽ യൂത്ത് കൗൺസിലുകളെയും നാഷണൽ യൂത്ത് ഓർഗനൈസേഷനുകളെയും അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് അഡ്മിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഓർ പവർ ആർക്കുണ്ടായിരിക്കും? അസംബ്ലിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് വരുന്നതും ആര് തന്നെയാണ്? നാഷണൽ യൂത്ത് കൗൺസിൽസ് ആൻഡ് നാഷണൽ യൂത്ത് ഓർഗനൈസേഷനുകൾ തന്നെയാണ്. അപ്പോൾ ദേ പ്രൊവൈഡഡ് ദാറ്റ് മെമ്പർ നാഷണൽ യൂത്ത് കൗൺസിൽ ഓഫ് എ ഡസ് നോട്ട് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ കൺട്രി ഇൻ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിൽ എന്തുണ്ടായിരിക്കാൻ പാടില്ല? വേയുടെ ഒരു മെമ്പർ നാഷണൽ ഫുൾ മെമ്പർ നാഷണൽ യൂത്ത് കൗൺസിൽ, അതായത് ഫുൾ അംഗത്വം പൂർണ്ണ അംഗത്വമുള്ള ഒരു നാഷണൽ യൂത്ത് കൗൺസിൽ ഒരു രാജ്യത്ത് ഇല്ലെങ്കിൽ അവിടെ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് നാഷണൽ യൂത്ത് കൗൺസിലിനെയോ നാഷണൽ യൂത്ത് ഓർഗനൈസേഷനെയോ അഡ്മിറ്റ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് അസംബ്ലിക്ക് ഉണ്ട്. അപ്പോൾ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് അങ്ങനെയുള്ളവരാണ് വരുന്നത്. അപ്പോൾ സപ്പോസ് നമ്മുടെ രാജ്യത്ത് വേയുടെ ഒരു ഫുൾ പൂർണ്ണ അംഗത്വമുള്ള ഒരു നാഷണൽ കൗൺസിൽ, നമ്മുടെ നാഷണൽ യൂത്ത് കൗൺസിൽ നമ്മുടെ അവിടെ ഇല്ലെങ്കിൽ അസംബ്ലി എന്ത് ചെയ്യും? ഇവിടേക്ക് ഒരു നാഷണൽ യൂത്ത് കൗൺസിലിനെ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഇവിടേക്ക് അവരെ അഡ്മിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ വരുന്നത്. ദെൻ കൺസൾട്ടേറ്റീവ്സ് ആണ്. കൺസൾട്ടേറ്റീവ്സ് എന്ന് പറയുന്നത് ആരാച്ചിങ് റീജിയണൽ യൂത്ത് ഓർഗനൈസേഷൻ വിത്ത് നാഷണൽ യൂത്ത് കൗൺസിൽ ആസ് മെമ്പേഴ്സ് മേ ബി പ്രൊവൈഡഡ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ്. അതായത് നാഷണൽ യൂത്ത് കൗൺസിലെ ആസ് എ മെമ്പർ regional youth organization with national youth council as members may be provided consultative status. അപ്പോൾ അംഗങ്ങളായിട്ടുള്ള നാഷണൽ യൂത്ത് കൗൺസിലിലുള്ള പ്രാദേശിക യൂത്ത് ഓർഗനൈസേഷനുകൾക്കാണ് എന്ത് കൊടുക്കുന്നത്? കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അപ്പോൾ വേയിലെ അല്ലെങ്കിൽ വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിലെ അംഗങ്ങളായിട്ടുള്ള മെമ്പേഴ്സായിട്ടുള്ള നാഷണൽ യൂത്ത് കൗൺസിലുകളുടെ റീജിയണൽ യൂത്ത് ഓർഗനൈസേഷനുകൾക്കാണ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് നൽകുന്നത്. They shall be permanent invitees to the meeting of the Bureau and the Executive Committee without the right to vote. അതായത് വോട്ടവകാശമില്ലാത്ത, അവർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല, എന്നാൽ അവരെ എന്തായിരിക്കും? ബ്യൂറോയിലെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെയും മീറ്റിങ്ങുകളിലെ പങ്കെടുക്കുന്നതിനുള്ള പെർമനൻ്റ് ഇൻവൈറ്റീസ് ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇതിലെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, പക്ഷെ അവർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ വോട്ടവകാശമില്ലാതെ ബ്യൂറോയുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റീസിൻ്റെയും മീറ്റിങ്ങുകളിലെ പങ്കെടുക്കുന്നതിന് സ്ഥിരമായിട്ട് ക്ഷണം ആർക്ക് ലഭിക്കുന്നുണ്ട്? ഈ ഒരു കമ്മിറ്റിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൺസൾട്ടേറ്റീവ്സ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒബ്സർവർ ആണ്. ഒബ്സർവില് എന്താ ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇവരെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മേ അഡ്മിറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, നാഷണൽ യൂത്ത് കൗൺസിൽ ആൻഡ് നാഷണൽ യൂത്ത് ഓർഗനൈസേഷൻ ആസ് ഒബ്സർവേഴ്സ് provided that a member national youth council does not exist in the country in question. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിൻ്റെ മെമ്പർ നാഷണൽ യൂത്ത് കൗൺസിൽ നിലവിലില്ലെങ്കിൽ അവിടെ ഒബ്സർവ് ചെയ്യുന്നതിന്, അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ അത് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതിനൊക്കെ ആയിട്ട്
ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളെയും നാഷണൽ യൂത്ത് കൗൺസിൽസ് ആൻഡ് നാഷണൽ യൂത്ത് ഓർഗനൈസേഷനുകളെയും ഒബ്സർവറായിട്ട് ആർക്ക് അഡ്മിറ്റ് ചെയ്യാം? എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള മെമ്പർ സ്റ്റാറ്റസ് ആണ് ആരെ പ്രൊവൈഡ് ചെയ്യുന്നത്? വേ നൽകുന്നത്. അപ്പോൾ ഫുൾ മെമ്പേഴ്സ് ഉണ്ട്, അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ട്, ഒബ്സർവർ ഉണ്ട്, കൺസൾട്ടേറ്റീവ് ഉണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള മെമ്പർഷിപ്പ് അവരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ യൂത്ത് കൗൺസിൽസ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഇത് നൽകുന്നത് എങ്ങനെയാണ്? അവരെ വിച്ച് ആർ ജനറലി റെപ്രസെൻറ്റിംഗ് എ വോളണ്ടറി ആൻഡ് ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ഇൻ എ ടെറിട്ടറി. ഏതെങ്കിലും ഒരു പ്രദേശത്തെ വോളണ്ടറി ആൻഡ് ഡെമോക്രാറ്റിക് ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരായിരിക്കണം നാഷണൽ യൂത്ത് കൗൺസിൽസ്. ദെൻ അവരെ വേയുടെ ചാർട്ടേഴ്സ് അതിന് അംഗീകാരം നൽകണം. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിൻ്റെ അസംബ്ലി മെമ്പേഴ്സിൻ്റെയും വോട്ടിങ്ങിലൂടെയാണ് അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ലഭിക്കുന്നത് ആരാണ്? അസംബ്ലി, അതായത് വേ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഏതെങ്കിലും രാജ്യത്ത് വേയുടെ ഫുൾ മെമ്പേഴ്സ് നിലവിലില്ലെങ്കിൽ അവിടെ അസോസിയേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ യൂത്ത് കൗൺസിലുകളെയും നാഷണൽ യൂത്ത് ഓർഗനൈസേഷനെയും വെക്കാറുണ്ട്. അവരെന്നെയാണ് നമ്മൾ അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒബ്സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വേയുടെ മെമ്പർ നാഷണൽ യൂത്ത് കൗൺസിൽസ് ഇല്ലെങ്കിൽ അവിടെ ഒബ്സർവർ എന്ന് പറഞ്ഞിട്ട് ആരെ വെക്കും? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓർ നാഷണൽ യൂത്ത് കൗൺസിൽസ് ആൻഡ് നാഷണൽ യൂത്ത് ഓർഗനൈസേഷനെ വെക്കാറുണ്ട്. അപ്പോൾ അവരെന്നെയാണ് നമ്മൾ ഒബ്സർവർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കൺസൾട്ടേറ്റീവ് ആണ്. കൺസൾട്ടേറ്റീവ് എന്ന് പറയുന്നത് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൊടുക്കുന്നത് നാഷണൽ യൂത്ത് കൗൺസിൽസ്, അംഗങ്ങളായിട്ടുള്ള നാഷണൽ യൂത്ത് കൗൺസിൽസിൻ്റെ റീജിയണൽ യൂത്ത് ഓർഗനൈസേഷനുകൾക്കാണ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അവർക്ക് സ്ഥിരമായിട്ട് ബ്യൂറോയുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ഒക്കെ അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്നത് വേയുടെ മെമ്പർഷിപ്പ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് വേലെ മെമ്പർ ആയിരിക്കുമ്പോൾ എന്തൊക്കെ ബെനഫിറ്റ്സും എന്തൊക്കെ ഡ്യൂട്ടീസുമാണ് ഇവർക്ക് വരുന്നത് എന്ന് നോക്കാം. ബെനഫിറ്റ്സ് ഓഫ് ബീയിങ് വേ മെമ്പേഴ്സ്. അപ്പോൾ വേ മെമ്പേഴ്സ് ആവുകയാണെങ്കിൽ എന്ത് ബെനഫിറ്റാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ദെൻ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് ടേക്കിംഗ് പാർട്ട് ഇൻ ദ എഫേർട്ട് ഓഫ് സ്ട്രെങ്തണിങ് ഹ്യൂമൻ റൈറ്റ്സ് ലോക്കലി, റീജിയണലി ആൻഡ് ഇൻ്റർനാഷണലി. അപ്പോൾ പ്രാദേശികമായിട്ട്, ലോക്കലായിട്ടും റീജിയണലി ആൻഡ് ഇൻ്റർനാഷണലി, അന്തർദേശീയമായിട്ടും ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആ ഒരു എഫേർട്സിലെ ഭാഗമാകാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് നമ്മൾ പറഞ്ഞു, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതാണ് ഇവരുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ വർക്ക് ആൻഡ് ഫങ്ഷൻസിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് അത് എന്താ പറയുക, അന്തർദേശീയ തലത്തിൽ അത് പ്രഖ്യാപനം അത് നടത്തുക എന്നുള്ളതാണ് ഇവരെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പ്രാദേശികമായിട്ടും ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും അത് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു എഫേർട്ടിലെ ഭാഗമാകാനായിട്ട് ആർക്ക് സാധിക്കുന്നു? മെമ്പേഴ്സിനെ സാധിക്കും. അതൊരു ബെനഫിറ്റാണ്. പിന്നെ ഒരു ബെനഫിറ്റ് പറയുന്നത് റിസീവിങ് ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് ഫ്രം ഓൾ ദ ഇവൻറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ വേ ആൻഡ് റിപ്പോർട്ട് ഓഫ് വേ ആക്ടിവിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻസ്. അപ്പോൾ മറ്റൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് റിസീവിങ് ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് റിസീവ് ചെയ്യുന്നതിന് പറ്റും. എവിടുന്ന്? ഫ്രം ഓൾ ദ ഇവൻറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ വേ
ഓർഗനൈസ് ചെയ്യുന്ന വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് സംഘടിപ്പിക്കുന്ന എല്ലാ ഇവൻസുകളുടെയും ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ റിപ്പോർട്ട്സ് ഓഫ് വേ ആക്ടിവിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, വേയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെയൊക്കെ റിപ്പോർട്ട്സും അതുപോലെ തന്നെ വേ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ ഇവൻസുകളുടെയും ഔട്ട്കം ഡോക്യുമെൻസും റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം അതും ഒരു നേട്ടമാണ്. ദെൻ മറ്റൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആൻഡ് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ. അന്തർദേശീയ തലത്തിൽ തീരുമാനമെടുക്കില്ലേ, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അവർക്ക് സ്പീക്ക് ചെയ്യുന്നതിനും അതിലേർപ്പെടുന്നതിനൊക്കെ ആയിട്ട് കഴിയും. അപ്പോൾ അതും ഒരു ബെനഫിറ്റാണ്, സ്പീക്കിംഗ് ആൻഡ് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ. അപ്പോൾ അന്തർദേശീയ തലത്തിൽ തീരുമാനമെടുക്കുന്നതിലൊക്കെ അതിലെ സംസാരിക്കുന്നതിനും അതിലെ ഏർപ്പെടുന്നതിനൊക്കെ അതിനൊക്കെയുള്ള സാധ്യത, ആ ഒരു ചാൻസ് ഇവർക്ക് ലഭിക്കും. അതൊരു ബെനഫിറ്റാണ്. ദെൻ മറ്റൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ടിംഗ് ഇൻ ദ ടാക്ലിംഗ് ഓഫ് യൂത്ത് ഇഷ്യൂസ്. കോൺട്രിബ്യൂട്ടിംഗ് ഇൻ ദ ടാക്ലിംഗ് ഓഫ് യൂത്ത് ഇഷ്യൂസ് ത്രൂ ക്യാമ്പയിൻ, ഡയലോഗ്സ് ഓർ എനി അതർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ക്യാമ്പയിനിലൂടെയും ഡയലോഗ്സുകളിലൂടെയും മറ്റ് ആക്ടിവിറ്റീസുകളിലൂടെയൊക്കെ യൂത്ത് ഇഷ്യൂസ്, എന്താ പറയുക, യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരെ ഫേസ് ചെയ്യേണ്ടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് കഴിയും. ഇപ്പോൾ ഒരു വേയുടെ മെമ്പറായിരിക്കുമ്പോൾ ഒരു യൂത്ത് ഓർഗനൈസേഷനുകൾക്കോ അല്ലെങ്കിൽ യൂത്ത് കൗൺസിലുകൾക്കൊക്കെ യൂത്ത് ഇഷ്യൂസിനെ പരിഹാരം കാണുന്നതിന് വേണ്ട കോൺട്രിബ്യൂഷൻ, അതിനുള്ള സംഭാവനകൾ നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മറ്റൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബിങ് വേ പബ്ലിക്കേഷൻസ്. വേ പബ്ലിക്കേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യാം. അതായത് അവരുടെ പ്രസ് റിലീസസ്, ബുള്ളറ്റിങ്, ഔട്ട്കം ഡോക്യുമെൻറ്റ്സ്, അവരുടെ വിവിധ പ്രവർത്തനങ്ങളിലെ ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ കിട്ടും അവർക്ക്. ഇപ്പോൾ വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിൻ്റെ പ്രസ് റിലീസുകളും അവരുടെ ബുള്ളറ്റിനുകളും അവരുടെ പ്രവർത്തനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഗെറ്റിംഗ് ആൻ ഇൻവിറ്റേഷൻ ഓഫ് ഓൾ ഇവൻറ്റ്സ് ഓർഗനൈസ്ഡ് ആൻഡ് കോ ഓർഗനൈസ്ഡ് ബൈ വേ. വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് അവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് സംഘടിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഇവൻസുകളിലേക്കും പങ്കെടുക്കുന്നതിനുള്ള ഇൻവിറ്റേഷൻ കിട്ടും. അപ്പോൾ വേയുടെ എല്ലാ ഇവൻസുകൾ, അപ്പോൾ വേ ഓർഗനൈസ് ചെയ്യുന്നതും മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് സംഘടിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഇവൻസുകളിലേക്കും പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം ലഭിക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ഇവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഗെറ്റിംഗ് ആൻ അപ്ഡേറ്റ് ഓൺ ഓൾ ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ്, റിപ്പോർട്ട്സ്, സർവേസ് ആൻഡ് ന്യൂസ് പെർട്ടൈനിങ് ടു യങ് പീപ്പിൾ ആൻഡ് ദ ഇഷ്യൂസ് ദേ ഫേസ്. അതുപോലെ തന്നെ അവർക്ക് എന്ത് കിട്ടും, അവരുടെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും അപ്ഡേറ്റ്സുകൾ, അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാംസ്, റിപ്പോർട്ട്സ്, സർവേസ്, അതുപോലെ തന്നെ യൂത്ത് പീപ്പിൾസ്, യുവജനങ്ങളുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ, അവരെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസ്, ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ലഭിക്കും വേയിലെ മെമ്പറായിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിലെ അംഗമായി ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ യുവജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ, അവരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വേ കണ്ടക്ട് ചെയ്യുന്ന സർവേസ്, അവരുടെ പ്രോഗ്രാംസ്, റിപ്പോർട്ട്സുകൾ, മറ്റെല്ലാ ആക്ടിവിറ്റീസുകൾ, ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ലഭ്യമാകും. ദെൻ നെക്സ്റ്റ് ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ദ സ്പോൺസർ ഓർ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി ഇഫ് അപ്ലിക്കബിൾ ടു അറ്റൻഡ് ഇവൻറ്റ് ഓർഗനൈസ്ഡ് ഓർ കോ ഓർഗനൈസ്ഡ് ബൈ വേ.
വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരെ സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ആ ഒരു ഇവൻസുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോൺസറെ നേടാനായിട്ട് അല്ലെങ്കിൽ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമാണെങ്കിൽ അവർക്ക് ഫണ്ട് ഇതിനെ പങ്കെടുക്കാൻ വരുന്നതിന് അപ്പോൾ അതിനുള്ള സ്പോൺസർ ഓർ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ലഭിക്കും. ഇപ്പോൾ വേയിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ പങ്കെടുക്കുന്നതിനുള്ള സ്പോൺസറെയൊക്കെ ഇവർക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റിസീവിങ് റിപ്പോർട്ട്സ് ഓൺ നാഷണൽ യൂത്ത് കൗൺസിൽസ് UN and its agencies on policies related to youth issues. ഇപ്പോൾ യൂത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട നയങ്ങളെ കുറിച്ചിട്ട് ഉള്ള റിപ്പോർട്ട്സുകളൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. നാഷണൽ യൂത്ത് കൗൺസിൽസിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും അതിൻ്റെ ഏജൻസീസിൻ്റെയൊക്കെ നയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട്സുകൾ ലഭ്യമാകും. അപ്പോൾ ഇപ്പോൾ ഈ നാഷണൽ യൂത്ത് കൗൺസിലുകളും യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ കുറേ ഏജൻസീസൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, യൂണിസെഫ്, WHO അങ്ങനെ കുറേ ഏജൻസീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ യൂത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ നയങ്ങൾ, ഇപ്പോൾ യുവജന പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ നയങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട്സുകളൊക്കെ ലഭ്യമാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത് ബെനഫിറ്റ്സ് ഓഫ് ബീയിങ് വേ മെമ്പേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത്, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. ദെൻ എന്താണ് ഈ ഒരു വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി ഓഫ് നാഷണൽ യൂത്ത് കൗൺസിൽസ് ആൻഡ് നാഷണൽ യൂത്ത് ഓർഗനൈസേഷൻസ്. അപ്പം അതിലെ 140 മെമ്പർ ഓർഗനൈസേഷൻസ് ആണ് വരുന്നത്. പിന്നെ ഇവർക്ക് യുണൈറ്റഡ് നേഷനുമായിട്ടൊരു കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉണ്ട്. ദെൻ യുണൈറ്റഡ് നേഷൻ്റെയും മറ്റ് ഓർഗനൈസേഷനുകളുടെയും അവരുമായിട്ട് സഹകരിച്ച് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ യൂത്ത് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഡെമോക്രസി, എൻവിയോൺമെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്, പോപ്പുലേഷൻ ഹെൽത്ത്, ഡ്രഗ്സ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് ട്രെയിനിങ് അങ്ങനെയുള്ള ഏരിയാസിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു. Then it also provide opportunity for youth representative from different countries to exchange ideas and experience. Then coordinate a program plans and to solve problem of difference in racial, religious and national background. Then ഇതിൻ്റെ headquarters World Youth Complex in Malaysia. Then ഓർഗനൈസേഷനുള്ള ഫണ്ട് കിട്ടുന്നത് annual subscription fee and voluntary contribution from its organization. They have 3 official languages, English, French and Spanish. ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷും ആണ്. ദെൻ മെമ്പേഴ്സ് 140 മെമ്പർ ഓർഗനൈസേഷൻ ഉള്ളതാണ്. 3 മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ആണ് ഗ്രാൻറ്റ് ചെയ്യുന്നത്. ഫുൾ മെമ്പേഴ്സ്, അസോസിയേറ്റ് മെമ്പേഴ്സ്, ഒബ്സർവേഴ്സ് ആൻഡ് കൺസൾട്ടേറ്റീവ്സ്. അപ്പോൾ മെമ്പർഷിപ്പ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു. നാഷണൽ യൂത്ത് കൗൺസിൽസിനെ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ടെറിട്ടറിയിലോ ഉള്ള വോളണ്ടറി ഡെമോക്രാറ്റിക് ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള നാഷണൽ യൂത്ത് കൗൺസിലുകൾക്കാണ് ഫുൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അസംബ്ലി പിന്നെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് വേയുമായിട്ട് റെഗുലറായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനെ താല്പര്യമുള്ള നാഷണൽ യൂത്ത് കൗൺസിലുകൾക്കും നാഷണൽ യൂത്ത് ഓർഗനൈസേഷനുകൾക്കുമാണ് അസോസിയേറ്റഡ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഫുൾ മെമ്പേഴ്സ് ഇല്ലെങ്കിൽ അവിടെ ആണ് നമ്മൾ ഏത് കൊടുക്കുന്നത്, അസോസിയേറ്റ് മെമ്പേഴ്സിനെ കൊടുക്കുന്നത്. ഇവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകാൻ താല്പര്യമുള്ള നാഷണൽ യൂത്ത് ഓർഗനൈസേഷനുകൾക്കും കൗൺസിലുകൾക്കും മെമ്പർഷിപ്പ് കൊടുക്കുക. പിന്നെ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള നാഷണൽ യൂത്ത് കൗൺസിലുകളുടെ റീജിയണൽ യൂത്ത് ഓർഗനൈസേഷനുകൾക്കാണ് കൺസൾട്ടേറ്റീവ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ദെൻ അവരെ എന്തായിരിക്കും
പെർമനൻ്റ് ഇൻവൈറ്റീസ് ടു ദ മീറ്റിംഗ് ഓഫ് ബ്യൂറോ ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ദേ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ് ഇല്ല. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് അവർ വെക്കുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളെയും നാഷണൽ യൂത്ത് കൗൺസിലുകളെയും അതുപോലെ തന്നെ നാഷണൽ യൂത്ത് ഓർഗനൈസേഷനുകളെയാണ്. അതും രാജ്യത്ത്, ഇപ്പോൾ ആ രാജ്യത്തിനകത്ത് ഓൾറെഡി വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിൻ്റെ ഫുൾ മെമ്പേഴ്സ് ഇല്ലെങ്കിൽ, അവിടെയാണ് നമ്മൾ ഒരു മെമ്പർ നാഷണൽ യൂത്ത് കൗൺസിൽ ഇല്ലെങ്കിലാണ്, അത് സ്ഥിരമായിട്ടില്ലെങ്കിൽ അവിടെ ഇവരെ ഒബ്സർവേഴ്സായിട്ട് ആരെ വെക്കും? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെയും നാഷണൽ യൂത്ത് കൗൺസിലിനെയും നാഷണൽ ഓർഗനൈസേഷനെയും വെക്കും. പിന്നെ നമ്മൾ പറഞ്ഞു വേയിലെ മെമ്പറായി കഴിഞ്ഞാൽ എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് അവർക്ക് കിട്ടുന്നത് എന്ന് വേ മെമ്പേഴ്സിന്. ഒന്ന്, ഹ്യൂമൻ റൈറ്റ്സ് സ്ട്രെങ്തണിങ് ചെയ്യുന്ന എന്താ പറയുക, ഹ്യൂമൻ റൈറ്റ്സ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു എഫേർട്ടിൽ അവർക്ക് പങ്കാളികളാകാം. പിന്നെ വേ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളുടെയും ഔട്ട്കം ഡോക്യുമെൻ്റ് കിട്ടും. വേയുടെ ആക്ടിവിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ റിപ്പോർട്ട് കിട്ടും. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അതിൽ സ്പീക്ക് ചെയ്യുന്നതിനും അതിൽ ഇൻവോൾവ് ചെയ്യുന്നതിനുള്ള അവസരം കിട്ടും. പിന്നെ യൂത്ത് ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ക്യാമ്പയിൻ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ വേയുടെ പബ്ലിക്കേഷൻസ് ഒക്കെ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേ ഓർഗനൈസ് ചെയ്യുന്നതും അത് ഓർഗനൈസ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ ഇവൻസുകളിലേക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടും. പിന്നെ വേയുടെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും പ്രോഗ്രാമുകളുടെയും റിപ്പോർട്ട്സുകളുടെയും സർവേസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് പീപ്പിൾസിനെ സംബന്ധിക്കുന്ന ന്യൂസും അവരുടെ സംബന്ധിക്കുന്ന പ്രോബ്ലംസ് ഇതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഇവർക്ക് കിട്ടും. പിന്നെ ഇവരുടെ ഇപ്പോൾ വേ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ ഇവൻസുകളിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോൺസറെ ലഭ്യമാക്കും. പിന്നെ നാഷണൽ യൂത്ത് കൗൺസിലുകളുടെയും യുണൈറ്റഡ് നേഷൻസിൻ്റെയും അതിൻ്റെ ഏജൻസികളുടെയൊക്കെ റിപ്പോർട്ട്സുകൾ, അതായത് യൂത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട അവരുടെ നയങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട്സുകളൊക്കെ ഇവർക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്